കൈരളി മറയറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വഴിവിട്ട ജീവിതത്തിന് വിലങ്ങത്തടിയായ ഭർത്തൃപിതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതിയായ ഷെറിൻ എന്ന സ്ത്രീയെ ജയിലിൽ നിന്ന് പുറത്തെത്തിക്കാൻ ആഞ്ഞു ശ്രമിക്കുന്നവരിൽ മന്ത്രിമാരുമുണ്ടെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സ്ത്രീ എന്ന പരിഗണന നൽകണമെന്നാണ് ഇവരുടെ വാദം. അപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി തകർന്നു പോവില്ലേ എന്നൊന്നും തിരിച്ചു ചോദിക്കരുത്. ചെറിയനാട് കാർണവേഴ്സ് വില്ലയിലെ ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ഷെറിൻ. ജയിലിൽ 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് ഇവരെ പുറത്തെത്തിക്കാൻ ചില ഉന്നതരടക്കം ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിന് പിന്നിലെ താല്പര്യം എന്തായാലും സംശയാസ്പദമാണ്. ഇക്കാര്യമാണ് കൈരളി മിറർ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഷെറിന്റെ ജയിൽ മോചനത്തിന് പോരാടുന്ന തൽപരകക്ഷികൾ ജയിലിൽ കഴിയുന്ന മറ്റു സ്ത്രീ തടവുകാരുടെ കാര്യത്തിൽ ഇടപെടാത്തത് എന്താണെന്ന് വ്യക്തമാക്കണം. ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെട്ട് 14 വർഷം പൂർത്തിയാക്കിയ 7 വനിതകൾ കേരളത്തിലെ പല ജയിലുകളിലും ഉണ്ടെന്നാണ് അറിവ്. അതിൽ ഒരു വനിത 19 വർഷം തടവ് ശിക്ഷ പൂർത്തിയാക്കിയവരുമാണ്. ഇവരെയെല്ലാം പുറത്തുവിടാത്തതിന് കാരണമായി പറയുന്നത് പോലീസ് റിപ്പോർട്ട് അനുകൂലമല്ല എന്നും. എന്നാൽ ഷെറിന്റെ കാര്യത്തിൽ ജയിൽ വിമോചിതയാക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയായത് ശരവേഗത്തിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പരോൾ കിട്ടിയ ജീവപര്യന്തം തടവുകാരിൽ ഒരാളും ഷെറിനാണ്. ഇങ്ങനെ മറ്റ് സ്ത്രീ തടവുകാർക്കും മറ്റു പുരുഷ തടവുകാർക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഷെറിനുള്ളത് എന്ന ചോദ്യം ഇവിടെയാണ് ഉയരുന്നത്. സ്ത്രീ എന്ന പരിഗണന എന്ന സഹതാപ പ്രയോഗം മറ്റു വനിതാ തടവുകാർക്കില്ലാതെ പോകുന്നതും ഷെറിന് ആ പരിരക്ഷ കിട്ടുന്നതിന് പിന്നിലെ താല്പര്യവും അരിയാഹാരം കഴിക്കുന്ന ആർക്കും എളുപ്പത്തിൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ ഇച്ചിരി താല്പര്യം അധികം കാണിക്കുന്ന ആ മന്ത്രിയുടെ പൂർവ്വകാല ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും. ഷെറിൻ മാനസാന്തരപ്പെട്ടു എന്നാണ് ഷെറിൻ ഫാൻസുകാരായ മന്ത്രിമാരുടെ അടക്കം വാദം. എന്നാൽ സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ജയിലിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനാൽ പലതവണ ഇവരെ ജയിൽ മാറ്റിയിരുന്നു. ഒറ്റപ്പുരയിൽ നിന്ന് നെയ്യാറ്റിൻകരയിലേക്കും അവിടെ നിന്ന് തിരുവനന്തപുരം വനിതാ ജയിലിലേക്കും ഇവരെ മാറ്റിയിരുന്നു. ജയിലിൽ മൊബൈൽ കൈവശം വെച്ചതിന് ഷെറിൻ അച്ചടക്ക നടപടിയും നേരിട്ടിരുന്നു. ഇപ്പോഴവർ കണ്ണൂർ സെൻട്രൽ ജയിലിലാണുള്ളത്. കണ്ണൂർ ജയിൽ ഉപദേശക സമിതി ഡിസംബറിൽ നൽകിയ ശുപാർശ പരിഗണിച്ചാണ് മന്ത്രിസഭ തീരുമാനം എടുത്തത്. ഇങ്ങനെ ജയിലിൽ നിരന്തരം പ്രശ്നം സൃഷ്ടിക്കുന്ന കൊലക്കേസ് പ്രതിക്കാണ് ഉന്നതർ വഴിവിട്ട നീക്കം നടത്തുന്നത്. 25 വർഷത്തിലധികമായി തടവിലുള്ളവരെ വിട്ടയക്കണമെന്ന് ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശകളിൽ തീരുമാനം നീളുമ്പോഴാണ് കേവലം 14 വർഷം പൂർത്തിയാക്കിയെന്ന കാരണം പറഞ്ഞ് ഷെറിനെ പുറത്തെത്തിക്കാൻ ചിലർ ഓവർ ടൈം പണിയെടുക്കുന്നത്. 2009 നവംബർ 7-നായിരുന്നു ചെറിയനാട് തുരുത്തിയിൽ കാർണവേഴ്സ് വില്ലയിൽ ഭാസ്കരക്കാരനവരെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശാരീരിക വെല്ലുവിളികളുള്ള ഇയാളുടെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാര്യ ഷെറിനായിരുന്നു കേസിലെ ഒന്നാം പ്രതി. ഷെറിന്റെ ആൺ സുഹൃത്തുക്കളായ കോട്ടയം സ്വദേശി ബാസിത് അലി, എറണാകുളം വേളൂർ സ്വദേശി ഷാനു റഷീദ്, എറണാകുളം കളമശ്ശേരി സ്വദേശി നിതിൻ എന്നിവരാണ് കൊലപാതകത്തിൽ ഷെറിന് സഹായം നൽകിയത്. മൂവരും ഇപ്പോൾ തടവ് ശിക്ഷ അനുഭവിക്കുകയാണ്. ഭിന്നശേഷിക്കാരനായ മകൻ ബിനുവിന്റെ ഭാവിയെ കരുതിയാണ് അമേരിക്കൻ മലയാളിയായ ഭാസ്കര കാരണവർ നിർധന കുടുംബത്തിൽ നിന്നുള്ള ഷെറിനുമായുള്ള വിവാഹം 2001 നടത്തിയത്. തുടർന്ന് ഷെറിന് സ്വത്തിൽ അധികാരവും നൽകി. വിവാഹശേഷം അമേരിക്കയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അമേരിക്കയിൽ ജോലിക്ക് കയറിയ ഷെറിൻ ഒരു മോഷണക്കേസിൽ പിടിക്കപ്പെട്ടു. തുടർന്ന് കുടുംബാംഗങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും ആരംഭിച്ചു. താമസിയാതെ കൈക്കുഞ്ഞുമായി ഷെറിനും ബിനുവിനും നാട്ടിലേക്ക് മടങ്ങേണ്ടിയും വന്നു. 2007 ഭാര്യയുടെ മരണത്തോടെ ഭാസ്കര കാരണവരും അമേരിക്കയിലെ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് എത്തി. കാരണവർ നാട്ടിലെത്തിയപ്പോഴാണ് മകന്റെ ഭാര്യ ഷെറിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെടുന്നത്. മകന്റെ ഭാര്യയ്ക്ക് പരപുരുഷന്മാരുമാണ്ടായിരുന്ന വഴിവിട്ട സൗഹൃദം നാട്ടിൽ പാട്ടായിരുന്നു. ഇതോടെ ഷെറിന് സ്വത്തിലുണ്ടായിരുന്ന അവകാശം രേഖാമൂലം തന്നെ കാരണവർ റദ്ദാക്കി. വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണവും ഏർപ്പെടുത്തി. തന്റെ താല്പര്യങ്ങൾക്ക് വിഘാതമായതോടെ ഭർത്താവിന്റെ പിതാവിനെ കൊലപ്പെടുത്താൻ മരുമകൾ ഷെറിൻ തീരുമാനിച്ചു. മോഷണ ശ്രമത്തിനിടെ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്തെങ്കിലും പോലീസിന്റെ വിശദ അന്വേഷണത്തിൽ അതെല്ലാം പാളി. മരുമകൾ ഷെറിനാണ് കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് കണ്ടെത്തി. 2010 ജൂണിൽ മാവേലിക്കര അതിവേഗ കോടതിയാണ് ഷെറിനെ കേസിൽ ശിക്ഷിച്ചത്. ഷെറിനെ ജയിൽ മോചിതയാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രി ഗണേഷ് കുമാർ ഷെറിന്റെ ബെസ്റ്റിയാണെന്ന് യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും കഴിഞ്ഞ ദിവസം ആരോപിച്ചു. മുഖ്യപ്രതി ഷെറിനെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവർ കൂട്ടുപ്രതികളായ മറ്റുള്ളവരെ മോചിപ്പിക്കാൻ ഇടപെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. പണമോ അധികാരമോ സ്വാധീനമോ ഉണ്ടെങ്കിൽ കൊലക്കേസ് പ്രതിക്കും എളുപ്പത്തിൽ പുറത്തിറങ്ങാമെന്ന് വരുന്നത് എന്തുതരം സന്ദേശമാണ് നൽകുന്നത് എന്ന് അധികാരികൾ ആലോചിക്കുന്നത് നന്നായിരിക്കും.